ഹായ്. ഐ നോബഡി പുതുതായി മലയാളത്തിൽ ഇറങ്ങിയ പൃഥ്വിരാജ് സുകുമാരൻ ചിത്രമാണ്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ വലിയ തോതിലൊന്നും ആളുകളെ, പ്രേക്ഷക പ്രതീക്ഷയെ സംതൃപ്തിപ്പെടുത്താൻ സിനിമയ്ക്ക് സാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടതായി വരും. എന്താണ് നിലവിലുള്ള പ്രശ്നം? പൃഥ്വിരാജിന്റെ അഭിനയമാണോ? സംവിധാനത്തിലുള്ള പിഴവാണോ? ഇതൊന്നുമല്ല. കഥയിലും തിരക്കഥയിലുള്ള സാധ്യതയില്ലായ്മയാണ് ഈ സിനിമയുടെ നിലവിലുള്ള, അല്ലെങ്കിൽ വിജയപ്രതീക്ഷ വെച്ച് പുലർത്താൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയ്ക്ക് കാരണം എന്ന് നമുക്ക് പറയേണ്ടതായി വരും. സമീപകാലത്തെ മലയാള സിനിമ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം കഥയും തിരക്കഥയും ഇല്ലാത്തതാണ്. ഇതിലും അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി വന്നിട്ടുള്ളത്. ഒരു മുൻകാലങ്ങളിലെ ഒരു സിനിമകളിലെ ഒരു കഥാപാത്രം, ഇപ്പോ അരയന്നങ്ങളുടെ വീട് എന്നൊരു സിനിമ എടുക്കുകയാണെങ്കിൽ രവി എന്ന് പറഞ്ഞ കഥാപാത്രം വർഷങ്ങൾക്ക് ശേഷം നാട് വിട്ടുപോയി. അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അയാൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് തന്റെ ബന്ധുക്കളെ കാണാനും അവരുടെ സ്നേഹം നേടാനുമായിട്ടാണ് വരുന്നത്. അയാളുടെ വരവ് കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയും അയാളെ ശത്രുവായി കാണുന്ന അവസ്ഥയിൽ എത്തുകയും ചെയ്യുന്നു. സിനിമയുടെ അവസാന ഘട്ടത്തിൽ ഒരുവിധം എല്ലാവരുടെയും സ്നേഹവും സമ്പാദിച്ചുകൊണ്ടാണ് അയാൾ തിരിച്ചു പോകുന്നത്. ഇത്തരം സിനിമകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നായകനെ അല്ലെങ്കിൽ കൂടെയുള്ള കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു സ്പേസും അടിസ്ഥാനവും ഉണ്ടായിരിക്കും. ഒരു പ്രേക്ഷകനെ തങ്ങളുടെ കൂടെയുള്ള ഒരാളായോ അതല്ലെങ്കിൽ നാട്ടിലുള്ള ഒരാളായോ അതിലെ നായക കഥാപാത്രയും മറ്റുള്ളവരെയും സങ്കല്പിക്കാൻ സാധിക്കും എന്നതൊക്കെയാണ് മുൻകാലങ്ങളിലെ സിനിമ നമുക്ക് തന്നിരുന്നത്. എന്നാൽ ന്യൂ ജനറേഷൻ സിനിമയിലേക്ക് വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു, കഥാപാത്രങ്ങൾ എവിടെ നിന്ന് വരുന്നു, എന്താണ് കഥാപാത്രങ്ങളുടെ അടിസ്ഥാനം, ഇതൊന്നും പ്രേക്ഷകനെ വ്യക്തമായും കൃത്യമായും മനസ്സിലാവുന്നില്ല. ഇത് തന്നെയാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഐ നോബഡി എന്ന സിനിമയ്ക്ക് അപ്പുറത്ത് അടുത്ത കാലത്തായി ഇറങ്ങിയ എല്ലാ സിനിമകളുടെയും പ്രശ്നം കഥയും തിരക്കഥയാണ്. സ്ട്രോങ് ആയ ഒരു ആളുകളിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങുന്നില്ല. ഇത് മാത്രമല്ല, അടുത്തിടെ ഇറങ്ങിയ ഓരോ സിനിമ എടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ. ഒരു ബാലൻ എന്നൊരു സിനിമ ഒരു പരിധിവരെ ഇന്റർവെല്ലിനും അതിനു മുന്നേ ഇടവേളയിൽ ഒരു 15 മിനിറ്റ് to 20 മിനിറ്റ് പ്രേക്ഷകനെ ഏറ്റവും നന്നായി കണക്ട് ചെയ്തു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതിന്റെ കാരണം ആ അമ്മൂമ്മ ചെയ്ത കഥാപാത്രം നമ്മുടെ നാട്ടിലൊരു കഥാപാത്രമായി, ആ സ്ത്രീ ചെയ്ത ആ കുട്ടിയും നമ്മുടെ നാട്ടിൻ പുറത്തൊരാളായി നമ്മൾക്ക് ഫീൽ ചെയ്തു എന്നത് തന്നെയാണ് ആ സിനിമയുടെ ആ പോർഷൻ ഭംഗിയാവാനുള്ള കാരണം. ഇന്റർവെല്ല് കഴിഞ്ഞു, സാധാരണ സിനിമയുടെ രസായനം മോഡിലേക്ക് സിനിമ പോവുകയും ചെയ്തു. ഐ നോബഡി എന്നൊരു സിനിമ പറയുന്നത് എവിടെ നിന്നോ വന്ന കുറെ റോബറിക്ക് വന്ന കുറച്ച് ആളുകളും ഒരു ഫാമിലി ഇഷ്യൂ ആയിട്ട് ഒരു ബാങ്കിലേക്ക് ചെല്ലുന്ന നായകനും അപ്രതീക്ഷിതമായി അതിൽ ഇടപെടുന്നതും ആ പ്രശ്നം അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നതൊക്കെയാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. ലോജിക്കലി ഒരു റോബറി നടത്താമായിരുന്നവരുടെ ഒരു ഹൈപ്പോ അതല്ലെങ്കിൽ അടിസ്ഥാനോ ഇല്ലാത്തതും അതൊരു കുടുംബ ബന്ധത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നു എന്നതും ഇവിടുത്തെ ടോട്ടൽ ഒരു സിനിമയെ പ്രസന്റ് ചെയ്യുന്ന രീതി. ഇന്നത് ചെയ്താൽ മതി, ആളുകൾ അതിന് ഹാപ്പി ആവും എന്ന് വിചാരിക്കുന്ന ഡയറക്ടറും തിരക്കഥാകൃത്തും ഇതിലൊക്കെ ഈ സിനിമയെ സംബന്ധിച്ച് മോശമായി തന്നെ ചെയ്തു വെച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായി സാധിക്കും. സിനിമയ്ക്ക് വേണ്ടത്, ഇനി മലയാള സിനിമയ്ക്ക് വേണ്ടത് കഥയും നല്ല തിരക്കഥയാണ്. ഒന്നുകിൽ നിലവിൽ ചെയ്യുന്നവർ അവരുടെ നിലവാരം ഉയർത്തണം, അതല്ലെങ്കിൽ പുതിയ ആളുകളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ മലയാള സിനിമ ഇവിടെ രക്ഷപ്പെടുകയുള്ളൂ. തുടർച്ചയായി പരീക്ഷണങ്ങളും ജനങ്ങളെ ബോറടിപ്പിക്കുന്ന സിനിമകളും വീണ്ടും വീണ്ടും ഇറക്കുന്നത് ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുക എന്ന ഒരു പ്രവർത്തനം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അതല്ലാതെ ഒരു വിജയ സാധ്യതയും കാണുന്നില്ല.